വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് മോണ്ടനിഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺട്രിയിലാണ്. ഇതൊരു ബാൽക്കൻ കൺട്രിയാണ്, അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ഒരു കൺട്രി അല്ല. പക്ഷേ നമ്മൾ യൂറോപ്യൻ യൂണിയനിലുള്ള ക്രൊയേഷ്യ പോലത്തെ കൺട്രി സൈഡിൽ വരുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ഫ്യൂ അവേഴ്സ് ഓൺ റോഡ് ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ മോണ്ടനിഗ്രോ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് ടോപ്പ് അട്രാക്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് അടിപൊളി പ്ലേസസ് കാണാം. അപ്പം നമുക്ക് ഈ ഒരു പ്ലേസിലേക്ക് വരാൻ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ക്രൊയേഷ്യ ആണ് ഇതിന് മുൻപ് എക്സ്പ്ലോർ ചെയ്ത ഒരു കൺട്രി കേട്ടോ. അപ്പോൾ ക്രൊയേഷ്യയിൽ ഡുബ്രൻവിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂറത്തോളം ഓൺ റോഡ് ട്രിപ്പ് മാത്രമേ നമുക്ക് ഈ ഒരു മോണ്ടനിഗ്രോ കൺട്രിയിലേക്കുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബോട്ട് ടൂർസ് ഉൾപ്പെടെ ഒരുപാട് പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3 അവേഴ്സിൻ്റെ ബോട്ട് ടൂറാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് 4-5 ഇവിടുത്തെ അടിപൊളി പ്ലേസസ് ആണ് ഇന്നത്തെ ഈ ഒരു ബോട്ട് ടൂറിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക. 3 മണിക്കൂറിൻ്റെ ബോട്ട് ടൂറാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കാണുന്നത് ഇവിടുത്തെ കുറച്ച് ടോപ്പ് അട്രാക്ഷൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ബോട്ട് ടൂറിൽ ആദ്യം കാണാൻ പോണത് ബേ ഓഫ് കോട്ടൂറിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അട്രാക്ഷൻ ആയിട്ടുള്ള അവർ ലേഡി ഓഫ് ദി റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഒരു ഐലൻഡ് ഏരിയ ആണ്. നമ്മളിതുപോലെ ബോട്ട് ടൂർ എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വെള്ളത്തിൻ്റെ നടുക്കായിട്ട് ഒരു കൊച്ചു ഐലൻഡ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു കൊച്ചു ചർച്ച് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ ദൂരെ നോക്കുമ്പോൾ. ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ നമ്മൾ ഓൺ റോഡ് ഡ്രൈവ് ചെയ്ത് വരുമ്പോഴും നമുക്ക് ഈ ഒരു ചർച്ച് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസസിലൊന്നാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മൗണ്ടൈനെ കാണാൻ പറ്റാം. അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു ഐലൻഡും അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചർച്ചും, അങ്ങനെ മൊത്തത്തിൽ ഇവിടുത്തെ സീനറിയും ഇവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു ടോപ്പ് അട്രാക്ഷൻ തന്നെയായിട്ട് മാറി ഇത് മോണ്ടനിഗ്രോയിലത്തെ. അപ്പോൾ നമ്മൾ ഈ പ്ലേസിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നാച്ചുറലി ഫോം ആയിട്ടുള്ള ഒരു ഐലൻഡ് ഏരിയ ആണിത്. അതിനുശേഷം 1722 ഇവിടെ ഈ ഒരു ചർച്ച് ഇവർ റിനോവേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ഇതൊരു റോമൻ കാത്തലിക് ചർച്ചാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഐലൻഡും ഇവിടുത്തെ ഒരു ചർച്ചും ഒക്കെ ഭയങ്കര ഫേമസ് ആവാനുള്ള കാരണം ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റോറിയും അതുപോലെ തന്നെ ഇതിൻ്റെ വർഷങ്ങളുടെ പഴക്കം അതൊക്കെ കൊണ്ടാണ് ആളുകൾക്ക് കൂടുതൽ ഇവിടെ വരാനും ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നത്. അതുമാത്രമല്ല ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറിയും ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ വരാൻ കാരണമാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയുടെ തന്നെ ഒരു 360 ഡിഗ്രി വ്യൂ കവർ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് സെൻട്രലായിട്ട് ആ ഒരു ചർച്ച് ഏരിയ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ചുറ്റിനും കുറച്ച് ഇതുപോലെ പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിനുള്ള ഈ മൗണ്ടൈനും കാഴ്ചകളൊക്കെ നന്നായിട്ട് കാണാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു ഏരിയ, ഒരു ചെറിയൊരു ടെറസൊക്കെ പോലത്തെ ഒരു ഏരിയ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കുള്ള ആ ഒരു ഐലൻഡിലേക്കും നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്സാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബാൽക്കണി പോലത്തെ ഒരു വ്യൂ പോയിന്റ് പോലത്തെ ഒരു ഏരിയ ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ താഴത്തെ ആ ഒരു സീഷോർ ഏരിയയും അതുപോലെ തന്നെ ആ ഓപ്പോസിറ്റിൽ കാണുന്ന മൗണ്ടെയിൻസിൻ്റെയൊക്കെ കുറേ
കുറേ കൂടി ക്ലോസപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ടോപ്പ് വ്യൂ ഒക്കെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഓപ്പോസിറ്റുള്ള ആ ഒരു ഐലൻഡും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാലാണ് ഈ ഒരു ചർച്ചിൻ്റെ എൻട്രൻസ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കൊച്ചു ചർച്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ നമ്മൾ എപ്പോഴും എല്ലാ ഒരു 30 മിനിറ്റ്സിലും ഇവിടേക്ക് ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആൾക്കാർ വരികയും പോവുകയൊക്കെ ചെയ്യും. എപ്പോഴും ബിസി ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണത്. പക്ഷേ ഇത് ഭയങ്കര രസമുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചർച്ചിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫേമസ് പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ ഏറ്റവും വലിയ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് 10 മീറ്റർ ലെങ്ത്തുള്ള ഒരു ഫേമസ് പെയിൻറ്ററിൻ്റെ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഒരു ചർച്ചിൻ്റെ അകത്തും ഇതിന് ചുറ്റിനുമായിട്ടൊക്കെ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ ഏകദേശം ഒരു അരമണിക്കൂറാണ് കിട്ടാട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ചുറ്റിനുള്ള കാഴ്ചകൾ, അതുപോലെ ചർച്ചിൻ്റെ അകത്ത് കയറിയൊക്കെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഭയങ്കര തിരക്കുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ 30 മിനിറ്റ്സിലും ബോട്ട്സൊക്കെ വന്ന് ഒരുപാട് ആൾക്കാരെ നമുക്ക് എപ്പോഴും ഇവിടെ കാണാൻ പറ്റും കേട്ടോ. പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ കൊച്ചു ചർച്ചാണ്, അകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ തന്നെ. പക്ഷേ ചെറുതാണെന്നുണ്ടെങ്കിൽ നല്ല ക്യൂട്ടായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഭയങ്കര ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഇതുപോലത്തെ കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് സമയം നമുക്ക് വേണമെങ്കിൽ ഇവിടേക്ക് ഇരിക്കാം. പക്ഷേ ഇത് നല്ല ആഴമുള്ള ഒരു ഏരിയ ആണ്. ഐലൻഡിലേക്ക് എത്തിയെന്ന് കരുതിയിട്ട് നമ്മൾ തീരെ വെള്ളത്തിന് ഒട്ടും ആഴമില്ലാത്ത പ്ലേസ് അല്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഐലൻഡും അവിടുത്തെ ചർച്ചും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറിയിട്ടോ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ തന്നെ മറ്റൊരു ടോപ്പ് അട്രാക്ഷൻ ആയിട്ടുള്ള സബ്മറൈൻസിൻ്റെ ടണൽ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് ഇവിടുന്ന് ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സബ്മറൈൻ ടണൽ ഏരിയയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു സബ്മറൈൻ ടണലിൻ്റെ എൻട്രൻസ് പോയിന്റിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ബേ ഓഫ് കോട്ടൂരിൻ്റെ ഒരു എൻട്രൻസ് പോയിന്റ് ആണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നോർത്തേൺ കോസ്റ്റ് ഓഫ് ലസ്റ്റിക്ക പെനിൻസുലേൻ്റെ ഒരു ഏരിയയിലായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ അകത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സബ്മറൈൻ ടണലിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഏകദേശം 100 മീറ്റേഴ്സാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമാണ്. ഇതിൻ്റെ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ടണൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ മേളിലത്തെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നേവിയുടെ ഏകദേശം 13 സബ്മറൈൻസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇത് മെയിനായിട്ട് ഇവർ യൂസ് ചെയ്തിരുന്നത് ആഡ്രിയാറ്റിക്കും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ സീയിലേക്കും വേണ്ടിയിട്ടാണ്. ഏകദേശം 1970-ലാണ് അന്നത്തെ കാലത്ത് ഇവിടുത്തെ യുഗോസ്ലേവ് നേവി ഇവിടുത്തെ ഈ ഒരു ടണൽസൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരുപാട് പോപ്പുലറായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ടണലാണിത്. ഇപ്പോൾ ടൂറിസ്റ്റുകൾക്ക് ഇവിടെയൊക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. അപ്പോൾ ഇനി ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ കേവ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് അട്രാക്ഷൻസിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ഇവിടുത്തെ ബ്ലൂ കേവ് ആണ്. അപ്പോൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ ഇതുപോലെ ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇഷ്ടമുള്ള ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്വിമ്മിങ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയും ആ ബ്ലൂ കളർ വാട്ടർ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. വീഡിയോയിൽ എത്ര നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബോട്ട് ടൂർ വരുന്നതും അതുപോലെ കയാക്കിംഗ് ചെയ്ത് വരുന്നതും സ്നോർക്കലിങ്ങിനൊക്കെ വരുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ ഒരു ബ്ലൂ കേവ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏകദേശം മുൻപത്തെ ആ ഒരു പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരുമ്പോഴാണ് നമുക്കൊരു കോർണറിലായിട്ട് ഇങ്ങനെ ഒരു ബ്ലൂ കേവ് ഏരിയ കാണാൻ പറ്റുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബോട്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോട്ട് കുറച്ച് സമയം ഇതിൻ്റെ സൈഡിൽ നിർത്തിയിടും. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. സ്വിമ്മിങ് ചെയ്യണവർക്ക് സ്വിമ്മിങ് ചെയ്യാം. നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു സൺലൈറ്റ് അടിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ആ ഒരു ബ്ലൂ കളർ കാണാൻ പറ്റുന്നത്. നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴും ഞാൻ ഇതിനു മുൻപും ഒരുപാട് ബ്ലൂ കേവ്സ് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ബ്ലൂ കേവ്സ് ഏത് കൺട്രിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു വാട്ടർ കളർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബ്ലൂ കേവ്സ് എവിടെ പോയാലും നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു ചാൻസ് നമ്മൾ മിസ് ചെയ്യരുത്. ഭയങ്കര രസമാണ് ആ ഒരു ബ്ലൂ കളർ നാച്ചുറൽ കളർ വാട്ടർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ പ്ലേസസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ട് ടൂറൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ടും ഒരു സ്പീഡ് ബോട്ടിൽ ട്രാവൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. അതാവുമ്പോഴാണ് നമുക്ക് ആ ഒരു ട്രാവൽ ചെയ്യുന്ന ആ ഒരു ഫീല് കിട്ടുക. പിന്നെ സീഡ് തന്നെ ചില നടുക്കുള്ള ചില ഏരിയാസൊക്കെ എത്തുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് ഇവർ പോകുമ്പോൾ നമുക്ക് ആ ഒരു സ്പീഡ് ബോട്ടിൻ്റെ ഫീല് കിട്ടും. പിന്നെ 3 hours ആകുമ്പോഴും നമുക്ക് പതിയെ പോകുന്ന ഒരു ഫീൽ ഉണ്ടാവത്തില്ല. നമുക്ക് ശരിക്കും ട്രാവൽ ചെയ്യുന്ന ഒരു ഫീല് കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് അധികം സമയമുള്ള
ട്രിപ്സിനൊക്കെ ഇങ്ങനത്തെ ടൂറിസിനൊക്കെ സ്പീഡ് ബോട്ടാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പതിയെ നമുക്ക് എൻജോയ് ചെയ്ത് പോവാം. അപ്പോൾ നമ്മൾ ഏകദേശം 3 മണിക്കൂറോളത്തോളം എടുത്ത് നമ്മുടെ ബോട്ട് ടൂറൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ ടോപ്പ് അട്രാക്ഷൻസ് ഒക്കെ നമുക്ക് ബോട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, ഇടയ്ക്ക് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നെങ്കിലും നല്ല രസമായിരുന്നു. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. സ്പീഡ് ബോട്ട് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഡെഫിനറ്റായിട്ടും ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ ഒരു ബോട്ട് ടൂർ. ഇവിടുത്തെ ഈ പ്ലേസസ് ഒക്കെ നമ്മൾ ബോട്ട് ടൂർ എടുത്ത് തന്നെ പോകണം, കാരണം കൊച്ചു കൊച്ചു ഐലൻഡ്സ് ആണ് നമുക്കിവിടെ കാണാനുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ബോട്ട് ടൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഒരു കൊച്ചു ടൗൺ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ ഓൾഡ് ആയിട്ടുള്ളൊരു ടൗൺ ആണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മെയിൻ സെൻറ്റർ ഏരിയ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മെയിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിംഗ് ഏരിയ ആണ്. ഒരുപാട് സൊവനീഴ്സിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡഡ് ക്ലോത്ത്സ്, ബാഗ്സ്, ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടുതലുള്ളത് റെസ്റ്റോറൻറ്റ്സ് ആണ്. അപ്പം നമുക്ക് നല്ല അടിപൊളി ഫുഡ് നമുക്കിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നോക്കും, നമുക്ക് ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിലെ മൗണ്ടെയിനും ഇവിടെ ഈ ബിൽഡിങ്സൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭയങ്കര രസമുള്ള കുറച്ച് ഏരിയാസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പണി തീർത്തതും അതുപോലെ തന്നെ ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള കുറേ ബിൽഡിങ്സൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇപ്പോൾ ഇതൊക്കെ കുറേ ഷോപ്സും റെസ്റ്റോറൻറ്റ്സൊക്കെ ആണെങ്കിലും ഇതിൻ്റെ ഇടയിൽ കൊച്ചു കൊച്ചു കാത്തഡ്രലും അതുപോലെ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ലാൻഡ്മാർക്ക് ബിൽഡിങ്സൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ മോണ്ടനെഗ്രോ ഇപ്പോഴും യുവിൻ്റെ പാർട്ടല്ല കേട്ടോ. യൂറോപ്യൻ യൂണിയനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കൺട്രി അല്ല, പക്ഷേ ഇൻക്ലൂഡഡ് ആവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് ഇമിഗ്രേഷനൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ക്രൊയേഷ്യയിൽ നിന്ന് നമ്മൾ യുവിന് പുറത്തേക്ക് വരിക ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ഓൺ റോഡ് ഇമിഗ്രേഷനൊക്കെ ഉണ്ട്. നമ്മൾ നമ്മുടെ കാറ് നിർത്തി നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കൊടുത്ത് അങ്ങനെ ഒരു ഓൺ റോഡ് ഇമിഗ്രേഷനും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഓൺ റോഡ് ഇമിഗ്രേഷൻ ഞാൻ എക്സ്പ്ലോർ ചെയ്തത് ജോർജിയ അർമേനിയ ട്രിപ്പിലായിരുന്നു. അതിനുശേഷം സെക്കൻഡ് ടൈമാണ് നമുക്ക് വീണ്ടും ഒരു ഓൺ റോഡ് എമിഗ്രേഷനും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. നമ്മൾ യുവിന് പുറത്തേക്ക് പോയിട്ട് നമ്മൾ യുവിന് അകത്തേക്ക് കയറുക ചെയ്യണത്. അപ്പോൾ നമുക്ക് എത്ര ദിവസം നമ്മൾ മോണ്ടനെഗ്രോയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് എക്സിറ്റ് ആൻഡ് എൻട്രി ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് സമയം ഇങ്ങനെ നടന്ന് ഇവിടുത്തെ ഈ ഒരു കൊച്ചു ചർച്ചസൊക്കെ കണ്ടു. അപ്പോൾ ഇതൊരു കൊച്ചു ചർച്ചാണ്. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരുപാട് പെയിൻറ്റിങ്സും ആ ഒരു ഇൻറ്റീരിയർ സ്റ്റൈൽസൊക്കെ കാണാൻ രസമാണ്. എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ പ്ലേസസിൽ വരുമ്പോഴും ഇങ്ങനത്തെ ചർച്ചസും ഓൾഡ് ബിൽഡിങ്സൊക്കെ കാണാൻ ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ഒരു ആർക്കിടെക്ചറൽ സ്റ്റൈലും അതിൻ്റെ ഒരു ലൈറ്റിങ്സും അറേഞ്ച്മെൻറ്റ്സും ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകുന്നവർ നമുക്ക് ഇതുപോലത്തെ ഒരുപാട് പ്ലേസാണ് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഏകദേശം ഒരു 2 to 3 hours ഒക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ചെറുതായിട്ടുള്ള രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇവിടുത്തെ കൊച്ചു കൊച്ചു സ്ട്രീറ്റിലൂടെയൊക്കെ നടന്ന് ഈ ഒരു പ്ലേസസ് ഒക്കെ കാണുമ്പോഴേക്കും ഏകദേശം ഒരു 2 hours മേലേക്ക് എടുക്കും. അപ്പോൾ അങ്ങനെ നടന്ന് കാണാനുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോണ്ടനെഗ്രോ കൺട്രി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.